അതെ, ദൂരത്തിൽ തോൽപ്പിക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി ആര്? പിണറായി വിജയൻ. അതെ, മുഖ്യമന്ത്രിയുടെ ചാണകക്കുഴി വെക്കാൻ 40 ലക്ഷം രൂപ അനുവദിച്ചു. ലൈഫ് മിഷൻ പദ്ധതി വീടുണ്ടാക്കാൻ വേണ്ടി 4 ലക്ഷം രൂപയുള്ളൂ പാവപ്പെട്ടവർക്ക്. ഓ, അപ്പൊ ഈ ചാണകക്കുഴിക്കും തുടച്ച പ്രത്യേകത അതെന്താ അങ്ങനെ? അതൊക്കെ പോട്ടെ, 2023 സെപ്റ്റംബർ മാസേ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തായിരുന്നു. എന്തിന്? വെറുതെ. ഇപ്പൊ അത് ചാലക്കുടിക്ക് അടുത്തങ്ങാണ്ട് വെറുതെ പാർക്ക് ചെയ്തിട്ടേക്കുവാ. അത് ശരി. മാസം 80 ലക്ഷം രൂപ കൊടുക്കുക വാടക. പാർക്ക് ചെയ്യുന്നതല്ല, എന്തോ ചെയ്താലും 80 ലക്ഷം രൂപ. പിന്നെ അധികം ഓടിക്കഴിഞ്ഞാൽ പിന്നെയും പൈസ കൊടുക്കണം. ഇതൊക്കെ എവിടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണോ? പിന്നെ നമ്മുടെ പൈസ. പിന്നെ വല്ലപ്പോഴും കോഴിക്കോടന്ന് പോകും, 1-2 വട്ടം വെറുതെ കോഴിക്കോടന്ന് പോകും. പിന്നെ അത്യാവശ്യ ഘട്ടത്തില് 1-2 അവയവങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. ഇതല്ലാതെ ഇതിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. എങ്കിൽ തൂക്കി വിൽക്കാൻ പറയണത്. അതേ നടക്കത്തുള്ളൂ. ഇപ്പൊ വെറുതെ വാടക കൊടുത്തോണ്ടിരിക്കുക 80 ലക്ഷം രൂപ. ഇതുവരെ 33 കോടി രൂപ കൊടുത്ത്. എന്റെ ഭഗവാനെ, പാവങ്ങൾക്ക് അരി മേടിക്കാൻ കൊടുത്തുകൂടായിരുന്നു പൈസ. അരി മേടിക്കാനും പഞ്ചാര മേടിക്കാനൊക്കെ വേറെ ഉണ്ടേ. എന്തിനു വേണ്ടിയാണ് പിണറായി വിജയ ഈ ഹെലികോപ്റ്റർ? ആർക്കോ വേണ്ടി തിളക്കുന്ന അത്യാവശ്യ സാഹചര്യങ്ങളിലെ നാവികസേനയുണ്ട്, വ്യോമസേനയൊക്കെ ഉണ്ട്. അവര് ഹെലികോപ്റ്റർ വേണമെങ്കിലും പ്ലെയിൻ വേണമെങ്കിലും കൊടുത്തരും. പിന്നെ എന്ത് തേങ്ങയ്ക്കായത്? പിന്നെ ഇതിന്റെ ഇടപാട് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. 33 കോടി മുടക്കിയത് എന്താണെന്ന് അറിയത്തില്ല, 80 ലക്ഷം മുടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇതിന്റെ ഇടപാട് എന്താ? കമ്മീഷൻ ആണോ പിണറായി വിജയ?